പിന്നെ ഇതേ മുല്ലപ്പൂ തപ്പി നടക്കുകയാണ്. വേറൊന്നുമില്ല, എൻ്റെ മാമൻ്റെ വീട്ടിൽ തറവാട്ടമ്പലത്തിൽ ഉത്സവമാണ് കേട്ടോ. അതിന് താലപ്പൊലി എടുക്കാൻ വേണ്ടിയിട്ട് മാമിമാർക്ക് എല്ലാവർക്കും മുല്ലപ്പൂ വേണമെന്ന് ഓർഡർ കിട്ടുന്നത്. അതിന് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിൽ വന്ന് മാമൻ്റെ ലഗേജൊക്കെ ഇറക്കി ഞങ്ങളതേ കാവിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ കാവൽ ഉണർത്തൽ പരിപാടിയൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഞാൻ ചെന്ന സമയത്ത് അതിന് മാത്രം ആൾക്കാരൊന്നുമില്ല കേട്ടോ. കുറച്ച് ചെണ്ടക്കാരുണ്ട്, പിന്നെ തിറ കളിക്കാനുള്ള ആൾക്കാരുണ്ട്. അവർ രാത്രിത്തേക്കുള്ള എന്തൊക്കെയോ കെട്ടുന്ന പരിപാടിയിലാണ് കേട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം തിരിഞ്ഞ് കളിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ വൻ തിരക്കാണ്. നല്ല സാമ്പാറും ചോറും ഉണ്ട്. ബാക്കി ഐറ്റംസ് വരാനൊന്നും ടൈമില്ല. വിശക്കുന്നതുകൊണ്ട് വേഗം തീറ്റി തുടങ്ങി കേട്ടോ. ഫുഡ് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റത്തെ മുത്തപ്പൻ വെള്ളാട്ട് തുടങ്ങി. ഞങ്ങൾ വീട്ടിൽ പോയി ഒന്ന് കിടന്നുറങ്ങി എണീച്ച് വരുമ്പോഴത്തേക്ക് ഇതേ കലശം കൊണ്ടുവരുന്ന ടീം അമ്പലത്തിൻ്റെ മുന്നിലെത്തി. പിന്നെ ഇതേ താലപ്പൊലിയോട് കൂടി വരവ് അകത്തേക്ക് കയറിയിട്ടോ. ഈ താലപ്പൊലി എടുക്കുന്നതിൽ അധികം എൻ്റെ മാമിമാരും അമ്മമ്മമാരുമാണ് കേട്ടോ ഉള്ളത്. പിന്നെ കൂടെ നടക്കുന്നത് എൻ്റെ മാമന്മാരുമാണ്. അങ്ങനെ കുറേ തിറകളും താലപ്പൊലിയൊക്കെ കഴിഞ്ഞു. മികേനെ എടുത്ത് നടക്കാൻ കുറേ ആങ്ങളമാരുള്ളത് കൊണ്ട് എനിക്ക് കുറച്ച് ടൈം ഫ്രീ ആയിട്ട് നടക്കാനും എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ കഥ പറഞ്ഞിരിക്കാനും കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ തിറകളൊക്കെ വൈക്കി വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് അവിടെ ഇവിടെ കിടന്നുറങ്ങി. അമ്പലപ്പറമ്പിൽ സജീവമായി പ്രവർത്തിച്ചു. അതുകൊണ്ടാവാം എല്ലാ തിറക്കാരും മികയെ ഒന്ന് തൊട്ടുനോക്കിയിട്ടാണ് കേട്ടോ പോയത്. ദേ ഈ തിറ ഹനുമാൻ തിറയാൻ തോന്നുന്നു. മികേനെ എടുത്ത് കൊണ്ടുപോയി പഴമൊക്കെ തിന്നാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പ്രശ്നമില്ല, ആൾക്ക് പേടിയൊന്നും ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഈ തിറയൊക്കെ കഴിഞ്ഞ് അവസാനത്തെ കലങ്കരിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയത് കേട്ടോ. കലങ്കരി ഫുള്ളാക്കാൻ നിന്നില്ല, അതിൻ്റെ മുന്നേ ഞങ്ങൾ കരഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ വർഷത്തെ ഉത്സവം ഇവിടെ തീരുകയാണ്. ഇനി അടുത്ത വർഷം കാണാം.